ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ കോടനാട് എലിഫൻറ്റ് ക്യാമ്പ് കാണാൻ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി. ഒരു 10:30 കഴിഞ്ഞു അപ്പോഴാണ് ഇറങ്ങിയത്. ഇത് ആലുവയ്ക്ക് അടുത്താണെന്ന് വേണമെങ്കിൽ പറയാം. 10-25 കിലോമീറ്ററൊക്കെ ഉണ്ട് ആലുവയിൽ നിന്ന്. പിന്നെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത്. എവിടെന്നെങ്കിലുമൊക്കെ പിടിച്ചു കൊണ്ടുവരുന്ന ആനകളെ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത് കോടനാട്. ആനക്കൂടെന്നൊക്കെയാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പം എലിഫൻറ്റ് ക്യാമ്പ് എന്നാണ് പറയുന്നത്. ട്രെയിൻ ചെയ്യുകയും കൂടി ചെയ്യും. പിന്നെന്താ, ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ എക്കോ ടൂറിസം പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമാണ് കോടനാട്. ഞങ്ങളവിടെ എത്തിച്ചേർന്നു. ഈ കോടനാട് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഇതിൻ്റെ അടുത്ത് കൂടി പെരിയാർ ഒഴുകുന്നുണ്ട്. പെരിയാറിൻ്റെ തീരത്താണ്. ഞങ്ങളവിടെ എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഒരു കാട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചുറ്റും മരങ്ങളുണ്ട്. നടുക്കെ കൂടി വേണം നമുക്ക് ഉള്ളിലേക്ക്. ഇനി നമുക്ക്, ഞാൻ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അന്നും കുറച്ച് ആനകളെയൊക്കെ കണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ എവിടെയാണെന്നുള്ളത് കോടനാട് ആനക്യാമ്പിൽ. നോക്കാം, നമുക്കവിടെ പോയി വാ. ഇതിനു മുൻപ് വന്നപ്പോൾ ഞാൻ അവിടെ ഇതുപോലെ കുറേ ആനകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അന്ന് യൂട്യൂബ് ചാനലും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആന ക്യാമ്പിൻ്റെ ആ എൻട്രൻസിൽ തന്നെ ഒരു എക്കോ ഷോപ്പുണ്ട്. അതായത് വനവിഭവങ്ങളൊക്കെ അവിടെ കിട്ടും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മറയൂർ ശർക്കര പോലുള്ള സാധനങ്ങൾ. ഞങ്ങളൊന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ചെറിയൊരു ഗാർഡൻ പോലെയും ഉണ്ട്. കണ്ടോ, ഒരു കഫറ്റീരിയ ഉണ്ട്. വണ്ടി ഇവിടെയും പാർക്ക് ചെയ്യാം. ഇവിടെ ഫുള്ളായി കഴിയുമ്പോൾ അവർ ഉള്ളിലേക്ക് കയറ്റിയാണ് പാർക്ക് ചെയ്യാനായിട്ട് അലൗ ചെയ്യുന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ളായായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചങ്ങോട്ട് മുകളിലേക്ക് കയറ്റി പാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ ഓരോ ബോർഡൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ഇവിടുത്തെ ആനകളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ആനകളെയൊക്കെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ളതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഫുഡ് അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കാനോ അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ബോർഡ്സൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ മുമ്പ് ഞാൻ വരുമ്പോൾ ഇത് നടപ്പാതയൊന്നും അത്ര നന്നായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ നല്ലപോലെ ടൈലൊക്കെ ഇട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻട്രി ഫീ വാങ്ങിച്ചാലും അതിനുള്ള വർക്ക് അവരവിടെ ചെയ്യുന്നുണ്ട്. ബോർഡ് എഴുതി വെച്ചിരിക്കുന്നതുണ്ടോ? ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എൻട്രി ഫീ. 50 രൂപയാണ് അഡൽറ്റിന് കയറാനായിട്ടുള്ള ഫീ. ക്യാഷ് ഉണ്ടായിട്ട് കാര്യമില്ല, എല്ലാം ഓൺലൈൻ പേയ്മെൻറ്റാണ്. ഇവിടെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഓൺലൈനിൽ ഗൂഗിൾ ജിപേ അത് മതി. അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ കണ്ട ബോർഡ് ഡിയർ പാർക്ക്, പിന്നെ എലിഫൻറ്റ് ക്യാമ്പ്. ഡിയർ പാർക്ക് ഈ മാനിൻ്റെയൊക്കെ ഒരു ക്യാമ്പ്, പിന്നെ എലിഫൻറ്റിൻ്റെ. ഇത് കണ്ടോ, ഒരുപാട് നല്ല നല്ല ചെടികളുണ്ട് കേട്ടോ. ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ 2 സൈഡിലും ധാരാളമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് എന്നൊക്കെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബട്ടർഫ്ലൈസ്, അതുമുണ്ട് കുറേ. നമ്മളിതിൻ്റെ നടുക്കേ കൂടിയാണ് പോകുന്നത്. നല്ല തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഫീലാണ് ഉള്ളത്. കണ്ടോ, നല്ല ശരിക്കും നട്ടുച്ച നേരമൊക്കെ ആയി. പക്ഷേ നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള, ഒട്ടും വെയിൽ ഇല്ലാതെ അതുപോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ആ എൻട്രൻസിൻ്റെ അവിടെ തന്നെ അവർ പറഞ്ഞു കേട്ടോ, അവിടെ നിൽക്കുന്ന ആൾ പറഞ്ഞു, ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാനുണ്ട് ശരിക്കും. പക്ഷേ നമ്മൾ അയ്യോ അത്രയും ദൂരം ഉണ്ടല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷേ നടന്ന് തുടങ്ങിയപ്പോൾ അത് നമുക്കൊരു ഫീൽ ചെയ്തില്ല. നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം, ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കിൽ കൂടി പോണ പോലെ ഒരു പ്രതീതിയുണ്ട്.
വെയിലധികം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത്ര പെട്ടെന്ന് അങ്ങ് ടയേർഡൊന്നും ആവില്ല കേട്ടോ. നമുക്ക് നടന്ന് പോകാം, നടന്ന് തന്നെ പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ കണ്ട് നമുക്ക് പതുക്കെ പതുക്കെ അങ്ങ് നടന്നു പോകാവുന്നതേ ഉള്ളൂ. നടക്കുന്ന വഴി കണ്ടോ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്ക്. നമുക്ക് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവർ. ഇപ്പോൾ 50 രൂപ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നി. എലിഫൻറ്റ് ക്യാമ്പിലെത്താൻ ഇനിയും ദൂരമുണ്ട്. ഇത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടോ. മാൻ പാർക്കാണ് ഇനി ആദ്യം കാണുന്നത്. മാനുകളുടെ 1 2 3 സ്ഥലത്തുണ്ട് ഈ മാനുകൾ. ഇതേ കണ്ടോ, ഇത് മാനിൻ്റെ ഒരു പാർക്കാണ് കണ്ടോ. അറ്റത്തൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ മാനുണ്ട്, കുറേ മാനുണ്ട്. ഇതേ കാണാൻ പാടില്ലേ, കണ്ടോ, കാണാൻ പാടില്ലേ. ഇതത്ര വലിയ മാനല്ല, ഒരു ഇടത്തരം വലിപ്പമേ ഉള്ളൂ കേട്ടോ. കുറേ ഉണ്ട്. ഇപ്പോൾ വെയിൽ ഇവിടെ ഓപ്പൺ സ്പേസാണ്, അതുകൊണ്ട് വെയിലടിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടെ തണലത്ത് പോയി നിൽക്കുവാണ്. കണ്ടില്ലേ, കണ്ട, നല്ല രസമുണ്ട് കാണാൻ. കണ്ട, ഇതൊരു മിനി സൂ ആണ്. ഇത് കണ്ടില്ലേ ബോർഡ്, കാപ്രിക്കാട് മിനി സൂ. വേറെ വലിയ ആനിമൽസ് ഒന്നുമില്ല കേട്ടോ. ഈ മാനിൻ്റെ ഒരു കുറേ ഇതുണ്ട്, ഏരിയ ഉണ്ട്. ഇതേ ഇവിടെയുണ്ട് മാൻ. ഇത് ആദ്യം കണ്ടതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലിപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നി കണ്ടോ. ഇതുമൊക്കെ തണലത്ത് പോയി കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുക. വെയിൽ കൊണ്ടാണെന്ന് തോന്നുന്നു. ചെറുതും വലുതുമായ മാനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ പതുക്കെ പതുക്കെ അങ്ങനെ നടന്ന് ഓരോ ഇതൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് പോയി. ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ, നല്ല തണലുള്ള. ഇതൊക്കെ മുളയാണ്, ബാമ്പു. ഇതൊക്കെ എത്ര ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്ന് നോക്കൂ. ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാനും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഓപ്പൺ സ്പേസായിട്ട് കാണുന്നിടത്തൊക്കെ ഈ മാനിൻ്റെ ഇതാണ്, സ്ഥലമാണ്. ഡീർ പാർക്കാണ്. ഇതേ കണ്ട കുറേ എണ്ണം അവിടെ പോയി കിടക്കുന്നത് കണ്ടോ, കൊച്ചു കൊച്ചു മാന. ഇതേ ഒരുപാടുണ്ട്. വെയിലായതുകൊണ്ടേ മാനെല്ലാം കൂടെ ആ മരത്തിൻ്റെ ചോട്ടിലോട്ട് പോയി നിൽക്കുക കണ്ട. ഇഷ്ടം പോലെ മാനുണ്ട്, പക്ഷെ എല്ലാം തണലത്ത് പോയി കിടക്കുക ഉണ്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം ക്ഷീണിച്ച്, ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് തന്നെയായിരിക്കും എല്ലാം പോയി തണലത്തി കിടക്കുന്നത്. ഇപ്പോൾ സൺഡേ ആണെന്ന് വെച്ചാൽ ഒരുപാട് തിരക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, അവരിങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഭയങ്കര വിശാലമായിട്ട് കിടക്കുകയാണല്ലോ, ഒരുപാട് ഏരിയ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു തിരക്കൊന്നും ഫീൽ ചെയ്യില്ല അവിടെ. കണ്ടോ, ഓരോ ഗ്രൂപ്പായിട്ടൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് എലിഫൻറ്റിനെയാണ്, ആന. അടുത്തായിട്ട് പോകുന്നത്
ആനയുടെ ക്യാമ്പാണ് കേട്ടോ. അവിടെ കുറേ ട്രെഞ്ചസൊക്കെ ഉണ്ട്, അതായത് ഈ കിടങ്ങ് പോലെ ഇങ്ങനെ കുഴിച്ചിട്ട് അതിൻ്റെ അപ്പുറത്താണ് ഈ ആനകളെയൊക്കെ കെട്ടിയിരിക്കുന്നത്. അവിടെ ഉള്ള ആനകളുടെയൊക്കെ ഡീറ്റെയിൽസ് ദേ ഇവിടെ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര വയസ്സുണ്ട്, എവിടെ നിന്ന് കിട്ടി, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ, ദേ ഫസ്റ്റ് വൺ. ഇതൊരു കൊമ്പനാണ്. അവിടെ ഇങ്ങനെ നിന്ന് കുറച്ച് അകലെ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ കാണുന്നത്. കണ്ടോ ഓരോ ഇങ്ങനെ ചെറിയൊരു ഷെൽട്ടർ പോലെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ്. ഇതിന് ആദ്യത്തേനെ അവിടെ പുറത്താണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ ഓരോ ഇതിനകത്തും ആനകളുണ്ട്. ഇത് കൊമ്പൻ. അങ്ങ് അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല, കുറേ ദൂരെ നിന്നിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അവിടെയായിട്ടൊരു ട്രെഞ്ചുണ്ട്. അപ്പോൾ അത് ഇതിന് ഒരു കാരണവശാലും ഇങ്ങോട്ട് എത്താൻ പറ്റില്ല, അതിൽ ചാടിപ്പോവും. ഇതൊരു പിടിയാനയാണ്, അത്ര വലിപ്പവും ഇല്ല, ചെറുതാണ്. പക്ഷെ കുട്ടിയല്ല കേട്ടോ, കുറച്ച് ഇതാണ്. പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ ഒരു ചെറിയൊരു ബോർഡ് പോലെ. ഇതും പിടിയാനയാണ്. എന്തോ പേര്? ആശ. ഇരുപത് വയസ്സുള്ള ആനയാട്ടോ ഇത്. ഇത് 20 ഇയേഴ്സാണ്. ഓ, ഇത് 46 വയസ്സുള്ള കണ്ട ബോഡി തന്നെ ഉണ്ട് ഒരു ആനയാണ്. ഇതിനെ ഇങ്ങനെ വനം വകുപ്പ് പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ട്രെയിൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത്. 2017 ഇതിനെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ട്രെയിനിങ് ഒക്കെ ഇവിടെ കൊടുക്കും. കണ്ടോ ഈ ആന കുറച്ച് പ്രശ്നക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്, അവിടെ ആൾക്കാർ പറയുന്നത് കേട്ടതാ. കണ്ടോ ഇതിൻ്റെ അവിടെ നല്ല ഇങ്ങനൊരു ട്രെഞ്ചുണ്ട്. കണ്ടോ പാപ്പാനൊക്കെ പോകാനായിട്ടൊരു തടി കൊണ്ടൊരു പാലം പോലെ ഇട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റില്ല. കണ്ടോ ഇത് പിന്നെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരുമായിട്ട് മറ്റുള്ള ആനകളുമായിട്ട് അത്ര ഇണങ്ങി പോകാത്തത് കൊണ്ടായിരിക്കും, ഇവിടെ ട്രെയിൻ ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ. ഈ കാണുന്നത് ആനക്കൂടാണ് കേട്ടോ. ഇതിനു മുമ്പൊരു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ആ കൂട്ടിനകത്ത് കുട്ടിയാനയൊക്കെ ഉണ്ടായിരുന്നു. ആനയും അതിൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. കാടിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ട് കേട്ടോ. നമുക്ക് എത്ര നിന്നാലും നമുക്കത് ബോറടിക്കില്ല. അതുപോലെ തന്നെയാണ് കടലും. അതിൻ്റെ തിരമാലകളൊക്കെ നോക്കി നിൽക്കാൻ നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര ആനകളെ ഉള്ളൂ ഇവിടെ. ഒരു 7 ഉണ്ടായിരുന്നു. ഇതിൽ ഒരെണ്ണം മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അകത്ത് കുറച്ച് ദൂരം മാറിയാണ് ഇതിൻ്റെ കൂട്. കണ്ട ആദ്യത്തെ ഒരു ഗ്രൂപ്പിൽ 6 ആനകളാണ് ഉള്ളത്. അതെല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ് അതിൻ്റെ ഷെൽട്ടറൊക്കെ. പിന്നെ ഈ ഒരു ആന മാത്രം അകത്തി കൊണ്ടുപോയാണ് കുറേ ദൂരം നടന്ന് പോകണം നമുക്ക്, എന്നിട്ടാണ് ഇതിനെ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്തിരി പ്രശ്നക്കാരനാണെന്നൊക്കെ അവിടെ ആൾക്കാർ പറയാനായിട്ട്. ഈ ആനയുണ്ടല്ലോ കുറച്ച് പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു. കണ്ടോ ഇതിനെ മാത്രമായിട്ട് സെപ്പറേറ്റാണ് ഇട്ടിരിക്കുന്നത്. കുറേ ആൾക്കാരെയൊക്കെ കൊല ചെയ്തതാണെന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിനെ ഒറ്റയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ ഞങ്ങൾ ആനകളെ എല്ലാം കണ്ട് തിരിച്ചു പോകാൻ പോവുകയാണ്. ഒരുപാട് കുറേ ആനകളെ കണ്ടു കേട്ടോ. അതിൽ ഒരെണ്ണം മാത്രം സെപ്പറേറ്റ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അവിടെ കൂടൊക്കെ ഉണ്ട്. അപ്പം അത് ഒരു പ്രശ്നക്കാരനാണെന്ന് ഇവിടെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ തിരിച്ചു പോരുകയാണ്.
അറ്റം വരെ പോയി കഴിഞ്ഞു. ഇനിയും തിരിച്ചു പോരും. ഇതേ ഒരു ഗ്രൂപ്പ് ആൾക്കാർ വരുന്നുണ്ട്. അതെ കണ്ടോ, കുറേ പേര് വരുന്നുണ്ട്. എവിടെന്നാ എല്ലാരും കൂടി? വാരപ്പെട്ടി. ഓ ആ ശരിയാ. ആലുവ. അല്ല അല്ല അല്ല, സ്വദേശം തന്നെ. താങ്ക് യു. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു, ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ അടുത്തുനിന്ന് തന്നെയുള്ള ആൾക്കാരാണ്. മൂവാറ്റുപുഴ എന്ന് പറയുന്നത് ഇവിടെ അടുത്താണ്, കുറച്ച് പോയാൽ മതി. കണ്ടോ ഈ മരം കണ്ടോ, അതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ? ഒരു പ്രത്യേക ഷേപ്പിലാണ് ആ മരം ഉണ്ടായിരിക്കുന്നത്. കുറേ പ്രായമുള്ള മരമാണെന്ന് തോന്നുന്നു. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് പോലെയാണ് കേട്ടോ. ഇത് ഫോറസ്റ്റിൻ്റെ ഏരിയ തന്നെയാണ്. നല്ല ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ട്. മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ധാരാളം ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടും ഉണ്ടല്ലോ. തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഏറുമാടം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കയറാം. എനിക്ക് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കയറിയില്ല. എന്താ ഭയങ്കര വെയിലാണെങ്കിലും ഇവിടെ എന്തൊരു തണുപ്പാണ്. നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ഉണ്ട്. കാരണം ഈ ചെടികളും മരങ്ങളും മുളയും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല തണുപ്പുള്ളൊരു ഷെയ്ഡി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഊഞ്ഞാലാടാനൊക്കെ ഉള്ള ഇതുണ്ട്. ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാണ്, ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. കണ്ടോ, പെരിയാറിൻ്റെ തീരത്താന്ന് പറഞ്ഞില്ലേ, ഇതേ പെരിയാർ ഒഴുകുന്ന കണ്ടോ, നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഇഷ്ടംപോലെ അതിൻ്റെ സൈഡിൽ ഒരു 2 വശവും നല്ല മരങ്ങളും കണ്ടോ. ആലുവ പുഴയുടെ ഒരു ഭാഗമാണ്, ആലുവയിലേക്ക് ഒഴുകി വരുവാണത്. ഇത് കഫറ്റീരിയ. ഇവിടെ നമുക്ക് കോഫി, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം എല്ലാം കിട്ടും. കണ്ടോ, ഞങ്ങളവിടെ വന്നൊന്ന് വിശ്രമിച്ചു, എന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇത് കുട്ടികളുടെ പ്ലേ ഏരിയ, പാർക്ക് പോലെ കണ്ട. കുട്ടികൾക്ക് സമയം ചിലവഴിക്കാൻ പറ്റും. ഞങ്ങൾ ആനക്കൂടൊക്കെ കണ്ട്, ആനകളെയൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. ഇപ്പം സമയം എത്രയായി? 1 മണി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.